ഹായ് മുത്തുമണി സസ്മേമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് അമ്മമ്മയുടെ വീട്ടിലേക്ക് ഉത്സവത്തിന് പോവാണ് കേട്ടോ. ആദ്യമോൻ അവിടെയാണ്, അമ്മമ്മയുടെ വീട്ടിലാണ്. ഞാനും ഏട്ടനും കൂടി. ഏട്ടൻ പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പോണത്. ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ. മംഗലെത്തണമല്ലോ. അപ്പോൾ എനിക്ക് പകൽ പോകണമെന്നായിരുന്നു, രാവിലെയൊക്കെ പോകണമെന്നായിരുന്നു ഇഷ്ടം. പക്ഷെ അന്ന് പോണ സമയത്ത് ഏട്ടന് അന്ന് ഇതേപോലെ ഏട്ടൻ നേരം വൈകിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾ വന്നതിന് ശേഷം പോയി അവിടെ മംഗലത്തെത്തി കേട്ടോ. മംഗലത്തെത്തി ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് വളച്ചപ്പുണ്ട് അമ്മയും അമ്മായിയുടെ അമ്മയും എല്ലാവരും കൂടി ഇത് താലക്കാരെ കാണാൻ പോകണം. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ അമ്മായി പറഞ്ഞ് ഞങ്ങളെ കൂടെ വരണോ ചോദിച്ചു വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ട, ഞങ്ങൾ പോയി കണ്ടോളി ഞങ്ങൾ. അപ്പോൾ അമ്മായി പറഞ്ഞ് ചായ ഒക്കെ എടുത്ത് കുടിക്കിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി ചായയൊക്കെ ചായ ഉണ്ടായില്ല, പായസം ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം അതൊക്കെ കുടിച്ച് ബേക്കറൊക്കെ എടുത്ത് കഴിച്ച്. പിന്നെ ഇതാണ് അമ്മമ്മയുടെ വീട്. ഇതാദ്യം ഓടിട്ട വീടായിരുന്നു, ഇപ്പോൾ അത് പൊളിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ വീട്. അങ്ങനെ ഞങ്ങൾ മിച്ചറും അവിടെ എന്തൊക്കെയുള്ളതൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. പിന്നെ പായസം ഉണ്ടായിരുന്നു, അടപ്പായസം അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല, ഏട്ടൻ കുടിച്ചു, ചായ കുടിച്ച്. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് ഞാനും ഏട്ടനും കൂടി അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു. അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച വഴിപാടൊന്നും അപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈം വൈകുന്നേരമായില്ലേ, നല്ല വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. വേറൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, ലേറ്റ് ആയല്ലോ പോയപ്പോൾ. അങ്ങനെ ഇതാണ് അമ്പലം, കരുമത്തിൽ അമ്പലം കേട്ടോ. അങ്ങനെ അമ്മായി ഇവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഓരെ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ അവിടെ അച്ചച്ചിയുടെ വീടുണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വന്നപ്പോഴത്തേന് താലക്കാർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ അമ്മായിരെ രണ്ടാമത്തെ മോളാണ് വീട്ടിൽ താലെടുക്കണത്. അമ്മമ്മയും ഉണ്ണിയും കൂടി താലെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മായി താലെടുത്തിട്ടില്ല കേട്ടോ. അമ്മായി ഈ അങ്കലവാടിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അമ്മായി താലെടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഞാൻ, മേമര മോള്, ഞങ്ങളൊക്കെ എല്ലാവരും ആദ്യം എടുത്തിരുന്നു. ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരും എടുക്കാത്ത കേട്ടോ. അന്നൊക്കെ എന്ത് രസമായിരുന്നു, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. ഇപ്പൊക്കെ ഇപ്പോൾ ആരും ഇല്ലേനുല്ലോ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി, കുട്ടികളായി, മക്കളായി. അപ്പോൾ ആരും താലൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ എല്ലാ കൊല്ലവും താലെടുത്തിരുന്നായിരുന്നു. പിന്നെ അതാണ് അമ്മായിയുടെ രണ്ടാമത്തെ മോള്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ വരവൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ താലക്കാരെ ബാക്കിൽ തന്നെ. പക്ഷേ താലം ചൊരിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരവ് കയറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും വരവൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. അങ്ങനെ താലക്കാരെ ബാക്കിലുള്ള വരവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വരവായിരുന്നു ഞങ്ങൾ കണ്ടിട്ട്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യമോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഞാനും അച്ഛനും ഏട്ടനും കൂടി എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ട് അവിടെ കോഴിമുട്ട ആംപ്ലേറ്റും ബ്രെഡും ചെറിൻഡേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അമ്പലത്തേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുള്ള് വരവ് കണ്ടു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വരവും കൂടി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കേട്ടോ.